1416 ഒക്ടോബർ 4-ാം തീയതി കടുത്ത പരീക്ഷണങ്ങൾക്ക് ശേഷം ഫ്രാൻസിസ്കൻ സഭയിൽ സഭാവസ്ത്രം സ്വീകരിച്ചുകൊണ്ട് നീതിയിലും വിശുദ്ധിയിലും പുതിയ മനുഷ്യനായിട്ട് ജോൺ പ്രവേശിക്കുമ്പോൾ മരിയ ഭക്തിയിലും ദൈവഭക്തിയിലും സമ്പൂർണ്ണ അനുസരണത്തിലൂടെയൊക്കെയും ക്രിസ്തുവിലേക്ക് തൻ്റെ ജീവിതത്തെ അടുപ്പിക്കുകയായിരുന്നു ജോൺ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സിയന്നായിലെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കീഴിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിക്കൊണ്ട് വൈദികനായിട്ട് ഇറ്റലിയിൽ തന്നെ അദ്ദേഹം തൻ്റെ പ്രേക്ഷ്യവേല തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് 20,000 മുതൽ 1,00,000 വരെ ആളുകൾ വന്നു ചേർന്നു എന്നുള്ളത് ചരിത്രം. എണ്ണമറ്റ അത്ഭുതങ്ങളിലൂടെയും മൃതരെ ഉയർപ്പിക്കുന്നതിലൂടെയും മേലങ്കി നദിക്കുമീതെ വിരിച്ചുകൊണ്ട് നദി കടക്കുന്നതിലൂടെയൊക്കെ തന്നെ ഈശോയെ തൻ്റെ ജനത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് ജോണിന് സാധിച്ചിരുന്നു. മാറി മാറി വന്ന 4 മാർപ്പാപ്പന്മാർ തങ്ങളുടെ സമാധാനത്തിൻ്റെ പ്രതിനിധിയായിട്ട് പല രാജ്യങ്ങളിലേക്കും ജോണിനെ അയക്കുന്നുണ്ട്. ഗ്രീക്ക് സഭയും അർമേനിയ സഭയും തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി ജോൺ മുൻകൈ എടുക്കുന്നുണ്ട്. 1451 ഒക്ടോബർ 23 ജോൺ മൃതിയടയുമ്പോൾ 1690 8-ാം അലക്സാണ്ടർ മാർപ്പാപ്പ ജോണിനെ വിശുദ്ധനായിട്ട് തിരുസഭയിൽ ഉയർത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ജോണിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പോലെ സഹനങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് മുന്നേറുവാനുള്ള ഒരു മാർഗമായിട്ട് നമുക്കും നമ്മുടെ ജീവിതങ്ങളെ നയിക്കാം.